وعلى آله وصحبه أجمعين أما بعد فإن أصدق الآيات تقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا. صدق الله مولانا. ബഹുമാനാദരവുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ നമ്മുടെ ഈ പ്രദേശങ്ങളുടെ ഒക്കെ ഖാദിയായ താഖ അഹമ്മദ് മുസ്ലിയാരെ, മറ്റ് ഇവിടെ വെച്ചുകൂടിയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും ഈ മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സാരഥികൾ, ഇവിടെ വെച്ചുകൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ബഹുമാനുള്ളവരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമുണ്ട്. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വിശാലമാക്കി ജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ മസ്ജിദ്, ഈ പള്ളി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ സാധിച്ചു. കുറഞ്ഞ സമയം ചെറിയ ചൂടുണ്ടെങ്കിൽ കറണ്ട് പോയതുകൊണ്ട് ഞാനതാണ് ഇമാം നിസ്കരിക്കാത്തത് കൊണ്ടാണ് ആകെ ഉയർത്ത് വലിച്ചു പോയി. ഞാൻ ഭയങ്കര ചൂടുള്ളതാണ്. അപ്പോൾ ശരീരമൊന്നായിട്ട് ഇനി മുപ്പായൊക്കെ തന്നെ ഞാൻ ആദ്യം നിസ്കരിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ പുസ്തകരോട് സമ്മതമൊക്കെ ചോദിച്ച് നിസ്കരിക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെ അതുകൊണ്ട് ഇത് ചൂടോടാണ് നിസ്കരിക്കാൻ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മൊത്തത്തിൽ മനുഷ്യന്മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുഅ്മിനീങ്ങളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമാവുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ ശുക്ർ ചെയ്യാൻ, പള്ളികളില്ല മദ്രസകളില്ല എന്നല്ല പറഞ്ഞത്. പള്ളികൾ നമ്മൾക്കുണ്ട്, മദ്രസകളുണ്ട്, മറ്റ് ദീനീ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഉദ്ദേശിക്കപ്പെടുന്ന ഗുണങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്താ ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, പള്ളി നിഷ്ഠീകരണമാണ് ഞാൻ തന്നെ പറഞ്ഞത്, പഠിക്കാൻ കുട്ടികൾ ഞാൻ തന്നെ കുട്ടികളെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ നമ്മളെ പല കോളേജുകളിൽ നിന്നും, നമ്മളെ കോളേജുകളല്ലാത്ത മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ ഇവിടെ പുറത്ത് ഇറക്കി വിടുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം ലഭിക്കപ്പെടുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം വരുമ്പോഴും ആ ദിവസം അതിന്റെ മുമ്പുള്ള ദിവസത്തിനേക്കാൾ അറിവ് കുറഞ്ഞ ദിവസമായി. അപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നുന്നത്, എങ്ങനെയാ അറിവ് കുറഞ്ഞ ദിവസമാവുക? മുമ്പ് എഴുതുന്ന കാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഒരുപാട് പണ്ഡിതന്മാര്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ ഓരോ വർഷവും നമ്മൾ വാർത്തുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇരുമ്പ് കുറഞ്ഞ കാലമാവുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ പള്ളി ഉണ്ടാക്കലാവട്ടെ, മദ്രസ ഉണ്ടാക്കലാവട്ടെ, ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കലാവട്ടെ, നിസ്കരിക്കലാവട്ടെ, നോമ്പ് നോക്കലാവട്ടെ, ഹജ്ജ് ചെയ്യലാവട്ടെ, സക്കാത്ത് കൊടുക്കലാവട്ടെ, മറ്റുള്ള സുന്നത്തായ ദാനധർമ്മങ്ങൾ ചെയ്യലാവട്ടെ, സുന്നത്തായ നിസ്കാരങ്ങളാവട്ടെ, എന്തായാലും ഇത് അടിസ്ഥാനപരമായി ഇതൊക്കെ ഉണ്ടായി തീരേണ്ടത് വിശുദ്ധമാവുന്ന ഈമാൻ നിന്നാണ്. അതായത് ഈ നന്മകൾ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതിന് പ്രചോദനം നൽകുന്ന വസ്തു നമ്മുടെ ഈമാനാണ്. ഈമാൻ നിന്നുണ്ടായി തീരുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഗുണങ്ങൾ ഉണ്ടാവും. ഈമാനിൽ നിന്നുണ്ടായി തീരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ച് നമ്മുടെ നന്മയുടെ റിക്കാർഡ് അതിനെ രേഖപ്പെടുത്തും. ഉദാഹരണം മനസ്സിലാക്കാനുള്ള സംഗതി ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ നമുക്ക് നിസ്കരിച്ചില്ലെങ്കിൽ വാപ്പ ചീത്ത പറയും, അല്ലെങ്കിൽ ഉമ്മ ചീത്ത പറയും, അല്ലെങ്കിൽ ഉസ്താദ് ചീത്ത പറയും, അല്ലെങ്കിൽ നാട്ടുകാരിടയിൽ നമ്മളൊരു മോശക്കാരനാവും എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചില ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവന് നിസ്കരിക്കണം എന്ന ഈ നന്മ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ച അതിന്റെ ബാഹ്യത്ത് അത് യഥാർത്ഥത്തിൽ അവന്റെ ഈമാനാണ്.
നമ്മള് സക്കാത്ത് കൊടുക്കണമാരാണോ? അതിന് വേണ്ടിയാണ് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഇത്ര വലിയ പൈസ അല്ല നമ്മള് സക്കാത്ത് കൊടുത്തില്ലാന്ന് ആളുകൾ പറയും. അല്ലെങ്കിൽ സക്കാത്ത് കൊടുത്തുകൊണ്ട് കുറെ ആളുകളെ നമ്മളെ പിന്നിൽ നിർത്തണം എന്നുദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഈ കല്യാണം ഇപ്പൊ ഉറച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ കുട്ടികളെ നിസ്കരിക്കാൻ അതാ കല്യാണം നിൽക്കാനേ ഉണ്ടാവുള്ളൂ നിസ്കാരം. പിന്നെ നിർത്തും. കാരണം മറ്റു പെണ്ണിന്റെ ഭാഗത്തിൽ വന്ന് ചോദിക്കുമ്പോൾ ചെറുക്കനെങ്ങനെ നിൽക്കുമ്പോൾ ഇതുവരെ ഉള്ള വായിക്കല്ല ഇപ്പൊ പള്ളിക്കാർക്ക് നിസ്കാരം തുടങ്ങിയിരിക്കുന്നത് നല്ല കുട്ടിയാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ക്രിസ്ത്യാനികളിൽ അങ്ങനെ സ്വഭാവമാണ്. 10 കൽപ്പന അച്ഛനെ എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ 10 കൽപ്പന എന്താക്കുന്നറിയോ? അച്ഛൻ ചോദിച്ചു. അപ്പൊ അത് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോയി പറഞ്ഞപ്പോ ആ 10 കൽപ്പന പറഞ്ഞാൽ പോലെ ഓക്കെ എന്ന് പറഞ്ഞു. എന്നതുപോലുള്ള നിസ്കാരം നമ്മൾ നിസ്കാരമായി തീർന്നാല് ആ നിസ്കാരം നാളെ ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ഹസനാത്തിന്റെ ആ റിക്കാർഡ് പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. റസൂൽ പറഞ്ഞില്ലേ ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അൻസാറുകളോടുള്ള മഹബത്ത് അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണമെന്നാണ്. അൻസാറുകളോട് നമുക്ക് മഹബത്ത് ഉണ്ടെങ്കിൽ അത് ഈമാനിൽ നിന്നാവണം ആ മഹബത്ത് ഉണ്ടാവണമെന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. എന്താ കാരണം? അൻസാറുകളുടെ കൂട്ടത്തിൽ വലിയ ധനാഢ്യന്മാരുണ്ട്. അപ്പൊ അവരുടെ സ്വത്ത് നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ മഹബത്ത് വെക്കും. അല്ലെങ്കിൽ അവർക്ക് നല്ല കുട്ടികളുണ്ടാവും. അവരെ കല്യാണം ചെയ്ത് കിട്ടാൻ വേണ്ടി മഹബത്ത് വെച്ചവരുണ്ടാവും. 2 ഭാര്യമാരുള്ളവരുണ്ടാവും. ചിലപ്പോൾ ഒരു ഭാര്യന്റെ തലാഖ് വന്ന മുഹാജിറാവുന്ന സഹാബിക്ക് കെട്ടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവിടുത്തെ തോട്ടങ്ങൾ നല്ല തോട്ടങ്ങളാണ്, അത് വാടക കിട്ടും അൻസാറുകളെ സ്നേഹിച്ചാൽ. അപ്പൊ ഈ നല്ല അൻസാറുകളെ സ്നേഹിച്ചാൽ അത് ഈമാനിൽ നിന്നുണ്ടായിരിക്കുന്ന സ്നേഹമല്ല. അപ്പൊ ശബരിൽ ഏത് നന്മകൾ ചെയ്യുകയാണെങ്കിൽ ആ നന്മകളെ നമ്മളെ പ്രേരിപ്പിക്കണ വസ്തു അത് ഈമാനാണ്. അപ്പൊ പള്ളി ഉണ്ടാക്കി എന്താ ചോദിച്ചാൽ അത് അങ്ങനെ നാട്ടിലെ പള്ളി വലിയ പള്ളിയാണ്. ഞങ്ങളെ പള്ളി വലുതാഞ്ഞാൽ മോശമാണ്. അപ്പൊ അവിടെ ഉള്ളതിനേക്കാൾ എന്തെല്ലാം പുതുമകൾ ഉണ്ടാക്കിക്കൊണ്ടിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി പള്ളി ഉണ്ടാക്കിയാൽ ആ ഉദ്ദേശം അവിടുത്തെ പള്ളിയേക്കാൾ വലിയ പള്ളിയായിരിക്കും നമ്മുടെ പള്ളി. അപ്പൊ നമ്മൾ ഏത് നന്മകൾ ചെയ്യുമ്പോഴും ആ നന്മകളെ പ്രേരിപ്പിച്ച വസ്തു ഈമാനാണ്. അതിനെന്ത് വേണം? നമ്മളെ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ അത് ശരിക്ക് വളർന്ന് പന്തലിച്ച് ആ ഈമാൻ എന്നിട്ട് നന്മകളെ പ്രേരിപ്പിക്കുന്നതായ ആ ഉത്ഭവിക്കപ്പെടുന്ന അതിന്റെ മഹല്ല്, അതിന്റെ കേന്ദ്രം അത് ഹൃദയമാവണം. ആ ഹൃദയത്തിലുള്ള ഈമാനാവണം. ഇതാണ് നമ്മൾ മുൻഗാമികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മുൻഗാമികള് ദീൻ പഠിച്ചു. അവർ ദീൻ പഠിച്ചതിന് വേണ്ടിയാണ്. അവര് അത് അല്ലാഹുവിന്റെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടു ഭൗതികമായ ഒരു താല്പര്യവുമില്ല. പക്ഷെ ഭൗതികമാവുന്ന എല്ലാ സൗകര്യങ്ങളും അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുത്തു. എല്ലാവർക്കും അവരിങ്ങനെ വരികയാണ്. എങ്ങനെയെന്നറിയാം, മലവെള്ളം കുത്തി ഒഴിച്ച് വരണം മയക്കുക സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ടായി. പക്ഷെ ആ സൗകര്യങ്ങളൊന്നും അവർ കണക്കെടുത്തില്ല. അങ്ങനെ ഭൗതികമാവുന്ന ആ സൗകര്യങ്ങളൊന്നും അത് വരട്ടെ വരാതിരിക്കട്ടെ. അവർ എന്നതുപോലെ നമ്മളൊന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മളെ നീയത്തിൽ കേടുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഇനി വരാൻ പോണ ദിവസങ്ങൾ ഇപ്പൊ എല്ലാ കൊല്ലം ഇവിടെ തന്നെ ഉണ്ടാവും. കുറെ നല്ല 30, 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസമൊക്കെ ഉത്സാഹന്മാരും മറ്റും ബാങ്ക് പറയും. ബാങ്ക് പറഞ്ഞാൽ എനിക്ക് വഴി വിശ്വാസം ഉണ്ടാവില്ല, ഞാനതനുസരിച്ച് ചെയ്യലുണ്ടാവില്ല, അവരോട് ചെയ്യലുണ്ടാവില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഒക്കെ ചില സ്ഥലങ്ങളിൽ ചില വസ്തുക്കളിൽ ചില ആളുകളെയൊക്കെ പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ചിട്ടുണ്ടല്ലോ. അതങ്ങനല്ലേ. പിന്നെ ദീനിന്റെ അടിസ്ഥാനം അങ്ങനെയാണ്. ചില സ്ഥലങ്ങൾക്ക് ചില പ്രത്യേകത, ആ സ്ഥലങ്ങൾക്ക് പ്രത്യേകത നൽകുമ്പോൾ ആ സ്ഥലങ്ങളെ നമ്മൾ ബഹുമാനിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ വീട് 2 റക്അത്ത് നിസ്കരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് റസൂൽ ചോദിച്ചില്ല. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആദാ ബൈത്തുൽ അഹ്മി, ഇത് ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലം.
ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രസവിക്കപ്പെട്ടത് ഇവിടെയാണ്. അപ്പൊ ഈസ നബിയെ പ്രസവിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടിട്ടാണ് ഈ ബത്ലഹം എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഒരു ബഹുമാനം ഉണ്ടായത്. ഇതിനെ ബഹുമാനിക്കണം. ആ ബഹുമാനം എങ്ങനെ ഒന്നിക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ഇബാദത്തുകൾ അവിടെ വെച്ചുകൊണ്ട് ചെയ്യപ്പെടാം. അത് ദിക്റിന്റെയും വേണ്ടില്ല, നോമ്പോറ്റാലും വേണ്ടില്ല, ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും വേണ്ടില്ല, മാനവതിയും വേണ്ടില്ല, ഒന്നുകൂതിയും വേണ്ടില്ല. ഒരു അങ്ങനത്തെ ഒരു നല്ല സംഭവം സംഭവം അതാണ് അതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത്. ഞങ്ങൾ പോയ ചില വ്യക്തികളെ ബഹുമാനിച്ചു, ചില സ്ഥലങ്ങളെ ബഹുമാനിച്ചു, ചില സമയങ്ങളെ ബഹുമാനിച്ചു, ചില ദിവസങ്ങളെ ബഹുമാനിച്ചു. അങ്ങനെ എന്തിനു ബഹുമാനിച്ച് ആദരിച്ചു? ആ സ്ഥലങ്ങളിൽ ചെന്ന് ഇബാദത്തുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നതുപോലെ ചില ദിവസം ഇപ്പൊ വെള്ളിയാഴ്ച ബഹുമാനിക്കപ്പെട്ട ദിവസം ഒരുപാട് ഗുണങ്ങളാണ് വെള്ളിയാഴ്ചക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയം എന്ന് പറഞ്ഞു. ആ സമയം സമയാന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മളോടുള്ള അമിതമായ ഒരു കൃപ സൂചിക്കുണ്ടായത് അവർക്ക് അറിയാത്തതുകൊണ്ടല്ലോ. ഇപ്പൊ ഈ വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു സമയം, ആ സമയത്ത് ഏതൊരു മോമിനായ മനുഷ്യനോ അള്ളാഹിനോട് ദുആ ചെയ്താൽ ആ സമയത്തിനോട് ഒത്തു വന്ന് കാണിക്കുക അവൻ ദുആ കബൂൽ ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്ന ആ സമയം കിട്ടിയിരിക്കുകയാണെങ്കിൽ അപ്പൊ പോയി കാണുന്നത് വേണ്ട പോകും. സംഘടന പറഞ്ഞില്ല. എന്താ കാരണം? മനുഷ്യന്മാര് സ്വാഭാവികമായിട്ട് തിന്മ ചെയ്യുന്നവരാണ് നമ്മൾ അമ്മിയാക്കന്മാരല്ല. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മളെ നന്മയുടെ ആ റിക്കാർഡിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കണം, വിസ്തരിക്കപ്പെടണം. അതിന് വേണ്ടി എന്തൊക്കെയാ ദിവസം മുഴുവൻ കൊണ്ട് എന്താക്കിക്കോ, ധന്യമാക്കിക്കോ. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത്, അതാണ് പഴമക്കാരായ ആളുകൾ വ്യാഴാഴ്ച തന്നെ തയ്യാറെടുക്കും. പഴയ സൂഫിയാക്കളാവുന്നു ഉലമാവൊക്കെ പഴയ കാലത്ത് ദർശിച്ചതിന്റെ ശേഷം ഉണ്ടാവുക. ദിവസമൊക്കെ നിർത്തി ഉത്സാഹമാരുണ്ടാക്കുന്നത് പിറ്റേന്ന് വെള്ളിയാഴ്ചക്കുള്ള തയ്യാറെടുക്കാൻ മുറിച്ച് വസ്ത്രം കഴുകി അതിനുള്ള തയ്യാറൂടി നേരാക്കി നന്നാക്കി താടി നന്നാക്കി വെള്ളിയാഴ്ചക്ക് നിൽക്കുകയാണ്. വെള്ളിയാഴ്ച നേരം വെളുത്തോളം മുതൽ അസ്തമിക്കുന്നതിനുള്ള സമയം അവരെന്താക്കണം? ഇബാദത്തിലായിക്കൊണ്ട് ധന്യമാക്കണം. നമ്മളെ ഇബാദത്തുകളെ എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കപ്പെടണം. അതുപോലെ തന്നെ റമദാനിൽ 27 ഏതൊരു ദിവസം 27,000 29,000 ഒരു പ്രത്യേക ദിവസം റമദാനൊക്കെ മുഖ്യമായ ദിവസമായി കഴിഞ്ഞു. അതിനൊരു ദിവസം അതിന്റെ പുണ്യത്തെ പറ്റി പ്രത്യേകമാവുന്ന ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ലൈലത്തുൽ ഖദ്ർ എന്താണെന്നുള്ളത് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് അറിയാത്തതുകൊണ്ടല്ല, അത് ഇന്ന ദിവസം പറയാൻ വേണ്ടി റസൂലുള്ളാഹി വന്നു എന്നാണ്. പക്ഷെ സഹാബത്ത് തർക്കം കൊണ്ടതാണ് കണ്ടത്. പാലെന്താ വിഷയം? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഈ തർക്കം കാരണം റമദാന്റെ അവസാനത്തെ പത്തുള്ള ഒറ്റയായ രാത്രികളിൽ പ്രതീക്ഷിച്ചു. എന്തിനാ ഒറ്റയായ രാത്രികളൊക്കെ പ്രതീക്ഷിച്ചു? ഈ എല്ലാ ഒറ്റയായ രാത്രിക്ക് നമ്മളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. എന്നിട്ട് നമ്മളെ നന്മകളെ നമ്മളെ വർദ്ധിപ്പിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ മുഅ്മിനീങ്ങളാവുന്ന നമ്മളോടുള്ള പ്രത്യേക ഒരു സ്നേഹം, ഒരു റഹ്ഫത്ത്, ഒരു റഹ്മത്തൊക്കെ കാരണം അല്ലാഹു എന്താക്കിയത് നമ്മളെ ഇബാദത്തിനെ എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്ന പല ഓഫറുകളും ഉണ്ടാവുന്നത്. അതിനൊക്കെ എന്ത് വേണം? ആദ്യം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം എന്നാണ്. ഹൃദയം ശുദ്ധീകരിച്ച് ആ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ വളർന്ന് പന്തരിക്കാൻ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കി ആ ഈമാനിൽ നിന്ന് നന്മകൾ മുഴുവനും ഉത്ഭവിക്കപ്പെടുന്നതായ ഒരു കേന്ദ്രമായി കൊണ്ട് ഹൃദയം മാറി അന്നൽക്ക് ആ ഈമാന്റെ ക്വാളിറ്റിയോടെ വർദ്ധിപ്പിച്ചു. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അത് നിരോധിക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഹറാമിക്കുന്നത് മാത്രമല്ല, കറാഹത്തിലേക്ക് പോലും ഖിലാഫുല്ലവർക്ക് പോലും വഴിപ്പെടാത്ത നിലക്കുള്ള ഒരു വിശുദ്ധി, അതായത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ അവയവങ്ങൾക്ക് ഉണ്ടായിരുന്നു, അവരുടെ കൽവരുണ്ടായിരുന്നത്. ആ നിലക്കുള്ള വിശുദ്ധി നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് കഴിയൂല. അതുകൊണ്ടാണ് ഇസ്തഖീമൂ വലം തുത്തീഖൂ അൽ-ഇസ്തിഖാമത്തു ദറജത്തുൽ ഇത്തിഖാഇ. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ സ്വഭാവം ഹറാമിനെ തൊട്ട് ഒഴിഞ്ഞിരിക്കുക, കറാഹത്തിനെ തൊട്ട് ഒഴിഞ്ഞിരിക്കുക, ഖിലാഫുകളെ തൊട്ട് ഒഴിഞ്ഞിരിക്കുക, ശറഈയാവുന്ന നിർബന്ധമായ കൽപ്പനകൾ മുഴുവൻ ചെയ്യാം, സുന്നത്തായ കൽപ്പനകൾ ചെയ്യാം, ശറഈയാവുന്ന ആദാബുകളെ പാലിക്കുക. ഇതൊക്കെ പണ്ട് മഹാന്മാരാവുന്ന ആളുകളെ കൈവശം ഒരു മിസ്വാക്ക് ഉണ്ടാവും. അതുകൊണ്ട്
മിസ്വാക്ക് ചെയ്ത് സുന്നത്താവുന്ന എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ജീവിക്കാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്ത് സാധിക്കില്ല എന്നാ പറയണത്. സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്നല്ല, നിങ്ങൾ സാധിക്കണമായിരിക്കും ഇസ്തിഖാമത്ത് നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് അൽ ഇസ്തിഖാമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിലക്ക് ജീവിക്കാന്നുള്ളത് മഹാന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാഹു പ്രത്യേകമാവുന്ന തൗഫീഖ് നൽകപ്പെട്ട മുവഫഖീകളാവുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആ വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ വലിയക്ക് ഇസ്തിഖാമത്തിന്റെ മേൽ ശരീരത്തിന്റെ ശരിയായ കൂടി സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് മടങ്ങി പോകണം ഒരു ദിവസം. അങ്ങനെയല്ല, മരണം ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നവരാണ്. അത് നമുക്ക് എല്ലാവർക്കും വഹിച്ചിരുന്നത്, നമുക്ക് മാത്രമല്ല. മരണാന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവിടെ എല്ലാ അമ്പിയാക്കന്മാരും അതിനെ സംബന്ധിച്ച അവരെ ഉള്ളത്തിനോട് പറഞ്ഞു മരണത്തിന് ശേഷം ഖബറുള്ള ജീവിതം, സുഹാരി, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നീട് മനുഷ്യയിൽ നടത്തപ്പെട്ടതായ ചോദ്യങ്ങൾ, അവിടെ റിക്കാർഡ് നൽകപ്പെടുന്നത്. ഇപ്പൊ അന്ന് നമ്മളെങ്ങനെ വിചാരിച്ചേക്കാൻ ഈ റിക്കാർഡ് വേണ്ടി കൊടുക്കണം. ഇപ്പൊ ഈ പള്ളിന്റെ ഒക്കെ വലുപ്പെട്ട പള്ളിയാണ്. അത് ചെറിയൊരു ചുറ്റും അതീത് മനസ്സിലായില്ലേ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ ഇതൊക്കെ അള്ളാഹു മുമ്പേനെ സംവിധാനങ്ങളാണെന്ന് ഇപ്പൊ നമുക്ക് അതൊക്കെ ശാസ്ത്രജ്ഞന്മാര് കാണിച്ചു തന്നു, മുമ്പ് അമ്പിയാക്കന്മാര് കാണിച്ചു തന്നു, മുമ്പ് ഔലിയാക്കന്മാരൊക്കെ കാണിച്ചു തന്നു, അവർ കാണിച്ചു തന്നുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടി എല്ലാവരോടും പറയാനുള്ളത്, പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടു, പള്ളി പിന്നെ വിശാലമാക്കപ്പെട്ടു. പള്ളിനെ മോടി പിടിക്കുക എന്നുള്ളതല്ല, പള്ളിക്ക് അതിന്റെ സുരക്ഷത്തിന് ആവശ്യമായ നിലക്കുള്ള സംഗതികളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പള്ളി കഴിച്ചാൽ അടക്കില്ല, മീൻ പിടിക്കണമായിരിക്കണം. മീൻ എന്തെങ്കിലും ഏറെ കുളത്തിന് വൃത്തിയല്ലേ, അല്ലെങ്കിൽ മീൻ വെറും ചൂടൽ വന്ന് കൊത്തൂലല്ലോ എന്നതുപോലെ പള്ളിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പറയും കാർപ്പറ്റ് എന്താ പോയി ഒപ്പടോട്ട്. ആ കാർപ്പറ്റ് നല്ല കാർപ്പറ്റ്, എന്നാൽ അതിന്റെ പിന്നെ ഒന്നുണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നോക്കും, ഹൈടെക് ആണോ അതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ മൂത്രം പാർത്താനോ കക്കൂസ് പോകണമെങ്കിൽ കക്കൂസും അതൊക്കെ നോക്കും. ഇത് ചൂടില്ലാന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പള്ളി വിളിച്ചു. അപ്പൊ പള്ളിക്ക് ഇപ്പൊ ആള് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ കൊടുക്കണം. AC ഉണ്ടോ എന്നാ കയറുക. അപ്പൊ AC-ന്റെ കാറ്റുകൊള്ളാൻ വേണ്ടി കയറുക, ഫാനിന്റെ കാറ്റുകൊള്ളാൻ വേണ്ടി കയറുക, നല്ല കക്കൂസ് പോകാൻ വേണ്ടി കയറുക. ഇന്നേക്കാണിപ്പോ പള്ളിയിൽ മനുഷ്യന്മാർ കയറിയത്. അപ്പൊ അന്നേക്ക് മനുഷ്യനിലേക്ക് കയറ്റി എങ്ങനെയും നന്നാക്കാണല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും രാജ്യത്തും പള്ളിയിൽ നല്ല നല്ല സൗകര്യങ്ങൾ. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നമ്മുടെ കർണാടകയിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയ പള്ളിയൊക്കെ നമ്മൾ എന്താക്കാണ് ഹൈടെക് ആക്കാണ്. അത് കുഴപ്പമില്ല, അത് ശരീരത്തിലുള്ള ഇതിലില്ലാത്ത പിന്നെ ഇന്നത്തെ കാലത്തുള്ള പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാക്കാം. അതിനൊരു തെറ്റില്ല, അതൊക്കെ നല്ലത് തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ നിർമ്മിക്കപ്പെട്ടാൽ ഇവിടെ ഉണ്ടാവേണ്ട ആളുകളാരാന്ന് ഞാൻ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള ആണുങ്ങളാണ് പള്ളിയിൽ. അവർക്ക് എല്ലാ വിശുദ്ധിയും ഉണ്ടാക്കാൻ പറ്റുന്നതായ അതിന്റെ ഒരു കേന്ദ്രമാണ് പള്ളി. അപ്പൊ പ്രത്യേകിച്ച് റജബിൽ ഷഅബാനിലൊക്കെ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി അല്ലാഹു റസൂല് ദ്വാരം കൽപ്പിച്ചു. അപ്പൊ റജബിൽ ഷഅബാനിലൊക്കെ ബർക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? റജബിൽ വിഭാഗത്തിന് കൂട്ടണം, അതിന് മുമ്പുള്ള മാസത്തിനേക്കാൾ കുറച്ചുകൂടി കൊടുത്തിട്ടില്ല. നമുക്ക് ആവശ്യമാവുന്ന നിലക്കുള്ളതായ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പഠിച്ചവരുടെ എല്ലാ ബർക്കത്തിന്റെ കണക്ക് വർദ്ധിപ്പിച്ചുകൊള്ളണം. ഷഅബാനിൽ കുറച്ചുകൂടി കൂട്ടാം. എന്നിട്ട് പെടുന്ന റമദാനിൽ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടാൻ ചെല്ലണ്ട. ആദ്യം ഒന്ന് ശീലിപ്പിച്ച് എവിടെ എത്തിക്കോ, റമദാനിലേക്ക് എത്തിക്കോ. അത് മുമ്പേ ചങ്ങായി പിന്നെ തറാവീസ് കേൾക്കാൻ പള്ളിക്ക് വന്നെന്ന് പറഞ്ഞു ഏതൊരു സ്ഥലത്ത്. അവിടെ ചെന്നപ്പോ തറാവി 20 ഫിത്ർ 3, പിന്നെ 4 പിന്നെ 2 റക്അത്ത് അപ്പുറമുള്ള സുന്നത്ത് വെല്ലുവിളി ആയപ്പോൾ കുറെ ആയല്ലോ. അങ്ങനെ പിറ്റേന്ന് പള്ളിയിൽ ജുമാക്കാണ് വന്നത് 2 റക്അത്ത്. അപ്പൊ ഇവിടുത്തെ സ്കാരല്ല അങ്ങനെ പോയവരുടെ സ്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ പെടുന്നതിൽ ഇങ്ങനെ കുറെ സംഗതിയിലേക്ക് ചെന്ന് ചെയ്യുമ്പോൾ നമുക്കത് ശരിയാവില്ല. അതുകൊണ്ടാണ് റമദാനിൽ കുറച്ച് ശരിയാക്കിക്കോ, പിന്നെ ഒരു എക്സസൈസ് പാലിക്കാം. കുറച്ച് ആദ്യം എടുക്കാം, പിന്നെ കുറച്ച് വർദ്ധിക്കാം, പിന്നെ ആദ്യം 5 പ്രാവശ്യം എടുത്തോക്കാം, പിന്നെ അത് 5 10 പിന്നെ 15 എന്നതുപോലെ റമദാനിന്റെ മുമ്പുള്ള 2 മാസങ്ങളിൽ ശരീരത്തിനെ വിവാദമായി കൊണ്ട് അർപ്പിച്ച് ശരീരത്തിനെ പാകപ്പെടുത്തി
റമദാനിലേക്ക് നമ്മൾ ചെന്നെത്തണം. അതിനുള്ള ആയുസ്സുറപ്പെ നമുക്ക് നീട്ടിയിട്ട് കൊണ്ടാവും. നമുക്ക് എപ്പോഴും ദ്വാരണ്ടാവും, അല്ലെങ്കിൽ ദ്വാരക്കണമെന്ന് ദ്വാരം നമ്മൾ ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതുകൊണ്ടൊക്കെ കാര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന റമദാൻ അന്നേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിനെ അല്ലാഹു കബൂൽ ചെയ്ത് ഈ പള്ളിനെ ഇബാദത്തുകളോട് ധന്യമാക്കി, പ്രത്യേകിച്ച് ഈ വരുന്ന റമദാനിലെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇബാദത്തുകളെ വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിനെ മുഴുവനും ശുദ്ധീകരിച്ച്, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച്, നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ച്, നമ്മുടെ ഈമാനിനെ ശക്തമാക്കി, ആ ഈമാൻ യസീദു വ യൻഖുസ് കുറയും വലുതാവുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഈമാനിനെ വർദ്ധിപ്പിക്കുന്നതായ നിനക്കുള്ള ഒരു ക്വാളിറ്റിയുള്ള മുസ്ലിങ്ങളായതുകൊണ്ട് നമ്മൾ വളരണം. അത് വളരാത്തതാണ് നമുക്ക് ഇന്നുള്ളതായ നമ്മുടെ ഈ നഷ്ടത്തിനും ഈ നാശത്തിനുമൊക്കെ കാരണം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ നിർദ്ദേശങ്ങൾ അവർക്കുള്ള ആജ്ഞകളൊക്കെ സ്വീകരിച്ച് നല്ല മോമിനികളായിക്കൊണ്ട് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ വരുന്ന 2026 പിന്നെ ഫെബ്രുവരി 6, 7, 8 തീയതികളിലും അതിന് മുമ്പുള്ള 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ കാസർഗോഡ് കുനിയിൽ വെച്ചുകൊണ്ട് വിപുലമായ പരിപാടികളോട് നടത്തപ്പെടാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ കർണാടകയിലുള്ള എല്ലാ ആളുകളും സമസ്തയിൽ ബന്ധപ്പെട്ടവരൊക്കെ അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വിഭാഗങ്ങളിലൊക്കെ നടക്കും എന്നും നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാൻ വേണ്ടി അപ്പൊ ഉസ്താദിന് ദ്വാരക്കാരൻ പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അറിയാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആരോഗ്യത്തിന് നല്ല നിലനിർത്തി കൊടുക്കട്ടെ. അവരെ ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ഒരു കൊടുക്കാണ്. ഇവിടുത്തെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച കാസർഗോഡിലെ വലിയ പണ്ഡിതന്മാരുടെ കുടുംബത്തിൽ പറ്റി ജനിച്ച വലിയ മഹാനാണ് അദ്ദേഹം. ഈ പ്രദേശങ്ങളിലൊക്കെ കാവ്യാണ്. അപ്പൊ അവരെ ഈ ആജ്ഞകളും അവരുടെ കൽപ്പനകളൊക്കെ അനുസരിച്ച് എല്ലാ മാലിന്യത്തിലും പോകണം. അതിനുള്ള നിങ്ങളോട് കൽപ്പിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെയുള്ള തൗഫീഖും അതിനുവേണ്ട ആരോഗ്യവും ആഫിയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്സത്തിൽ കൊടുക്കട്ടെ. ഇതിനുള്ള ശത്രുക്കൾക്കും അല്ലാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. അവരെ പ്രവാഹന്റെ മഹല്ലുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ